നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് മോള് വന്നപ്പോൾ ബെല്ലെ കാണാനായിട്ട് പോവുക. ബെല്ലെ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. നമുക്ക് 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്, 2 ജർമ്മനും 2 നാടനും. അതിലൊരാളിനെ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഒരു ബന്ധുവിനെ തന്നെ കൈമാറി. നമുക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അയാളെ നോക്കണേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇച്ചിരി വിരളിത്തരമൊക്കെ കയ്യിലുള്ളതാണ്, പെണ്ണാണ്. അപ്പോൾ അങ്ങനെ അരിപ്പാട് നമ്മുടെ ഒരു ബന്ധുവിനെ തന്നെ കൊടുത്ത് അപ്പോൾ അയാളെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മളെ കണ്ടതിൻ്റെ സന്തോഷത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. 1 മാസത്തിന് മേളിലായി വന്നിട്ട്. കൊടുത്തതിന് ശേഷം ഇതുവരെ ഞങ്ങൾ കാണാൻ വന്നില്ലായിരുന്നു. ഇടയ്ക്ക് ഇവരെ കയ്യിൽ നിന്ന് ഓടിപ്പോയായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ച് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പം ഇന്നിപ്പോൾ വന്നപ്പം അയാൾക്ക് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ് ഞങ്ങൾ. 1 മാസം കഴിഞ്ഞ് വന്ന ഉടനെയുള്ള സന്തോഷ പ്രകടനമാണ് കാണുന്നത്. അവിടെ വേറൊരാളുണ്ട്, ഒരു പപ്പി. അപ്പോൾ അതിൻ്റെ പരാതിയും പരിഭവമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇച്ചിരി വിരളിയായിരുന്നു. അപ്പോൾ അഴിച്ചു വിട്ടൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ലായിരുന്നു. കൂട്ടിലിട്ടോ പറ്റുന്ന കാര്യമല്ല. നമുക്ക് കൂട് ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യാമെന്നുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മുടെ കൂട്ടത്തിലൊരാളിനെ നമ്മൾ കൈമാറിയതാണ്. എപ്പോൾ വേണേലും തിരിച്ചു തരാമെന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു തരും. ബെല്ല ഭയങ്കര സ്നേഹമാണ്, പെണ്ണാണ്. അപ്പോൾ സ്നേഹമാണ്. കാണാൻ വന്നതിൻ്റെ കാണാൻ വന്നതിൻ്റെ മാത്രമല്ല, ഇയാളെ കൊണ്ടുപോകാൻ വന്നതാണെന്നും പറഞ്ഞുള്ള ഒരു നിപ്പാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ കൂടെ അങ്ങ് വരാനായിട്ടങ്ങ് ചാടുക. ഇപ്പം നമുക്കിപ്പോൾ കൊണ്ടുവന്ന് നിർത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അയാളെ അവിടെ നിർത്തുവാണ്. എന്നെ ഇടയ്ക്ക് പോയി കാണിയടിക്കുകയൊക്കെ ചെയ്യുക. വല്ല കുഴപ്പമില്ല. പെരയ്ക്കകത്താണ്, ഫുൾ ടൈം പെരയ്ക്കകത്താണ്. പഠിക്കുകയും ടൂറിയം വരെ ചെയ്യുന്നത് പെരയ്ക്കകത്താണ്. അവർ നോക്കിക്കോളും, കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മോള് വന്നപ്പോൾ എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. എല്ലാവരെയും ഒന്നിച്ച് 4 പേരെയും കൂടെ ഒന്നിച്ച് നോക്കിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നാണ് ഷീജ അമ്മയുടെ മരണം. അങ്ങനെ ഷീജ ഞങ്ങളെ വിട്ടുപോയതിന് ശേഷം ഇയാളെ നോക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ്. മൂക്ക് പഠിക്കാനും പോകണം, അങ്ങനെയുള്ള ഇതൊക്കെ വന്നതുകൊണ്ട് ഇയാളെ ഞങ്ങൾ വേറൊരാളിന് കൊടുത്തതാണ്. അതുകൊണ്ട് വണ്ടി കയറി ഇനി വരാൻ വേണ്ടിയുള്ള ഇതാണ് കാണിക്കുന്നത്. കണ്ടാ, വണ്ടി കയറാനായിട്ട് വരുക, ഞങ്ങളുടെ കൂടെ വരുന്നെന്നും പറഞ്ഞ്. എന്ത് ചെയ്യാനാ, കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ നമുക്കിപ്പോൾ. അതുകൊണ്ട് അയാളെ അവിടെ തന്നെ നിർത്താം. കാറിനകത്ത് കയറാനായിട്ട് നിൽക്കുക. കയറി ആരും വരുന്നെന്നുള്ള ഒരു രീതിയിലാണ് ഇയാൾ നിൽക്കുന്നത്. എന്ത് ചെയ്യും, നമ്മൾ പിന്നെ സമാധാനിപ്പിച്ച് അവിടെ നിർത്താനേ പറ്റത്തുള്ളൂ. ഇപ്പം കൊണ്ടുവരാൻ പറ്റത്തില്ല. കൊണ്ടുവരണം. കുറേ നാൾ എന്തായാലും കഴിയുമ്പോൾ നമ്മൾ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സേഫ്റ്റി ആയിട്ട് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ഓച്ചറിലെ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് 4 പേരെയും കൊണ്ട് ഇടാൻ പറ്റത്തില്ല. ഭയങ്കര വിരളിയാണ്. അവൾ 4 പാട് ഓടും. 4 സൈഡും മതിലുണ്ടെങ്കിലും ഒരു സൈഡ് മതിൽ ബാക്കിൽ ഇച്ചിരി പൊട്ടിക്കിടക്കും. അവിടെ വേലിയാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞൊത്തു പോകും. അതുകൊണ്ടാണ് പങ്കിയും പിങ്കിയും പോലെ നമ്മൾ അഴിച്ചു വിടാതെ ഇരിക്കുന്നത്. അവർ ഇടയ്ക്ക് ഹോട്ടൽ പൊട്ടിച്ചൊക്കെ പോകാറുണ്ട്. പോയിട്ട് പിന്നെ വരും. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കാണും ഞാൻ രാവിലെ ചെല്ലുമ്പോഴത്തേക്ക്. പക്ഷെ അങ്ങനെയല്ല, ഓടിക്കളയും. നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. ഇവരുടെ കയ്യിൽ നിന്ന് ഇതേപോലെ ഒരു ദിവസം പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞാണ് പിന്നെ തിരിച്ച് കിട്ടിയത്. 4 പാട് ഓടും. അതുകൊണ്ടാണ് നമുക്ക് ഓച്ചറയിട്ട് വളർത്താൻ പറ്റാത്തത്. അതുകൊണ്ട് പിന്നെ അവർ സന്തോഷത്തോടെ നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ പെരയ്ക്കകത്ത് തന്നെ ഇട്ട് നോക്കുക അവർ. അതുകൊണ്ട് പിന്നെ നമ്മൾ അവർക്ക് കൊടുത്തത്. എപ്പോൾ വേണേലും തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ നോക്കട്ടെ. നമ്മളെക്കാളും നല്ലതുപോലെ അവർ നോക്കുന്നത്, പെരയ്ക്കകത്ത് തന്നെ ഇട്ട് നോക്കുന്നത്. മഴയും വെയിലും ഒന്നും അറിയണ്ട, നല്ല ഇതിൽ അവർ നോക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാണാത്തതിൻ്റെ ഒരു ടെൻഷൻ കാണുമല്ലോ എന്തായാലും. നമ്മൾ അതേപോലെ വളർത്തിയതല്ലേ. മക്കളുമാർ 2 കൂടെ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥിനോടാണ് ഭയങ്കര കാര്യം. ഉണ്ടോ, സിദ്ധാർത്ഥിൻ്റെ ദേഹത്തൊക്കെ ചാടിക്കയറി ഇന്നലെ ദേഹമൊക്കെ മുറിച്ചിട്ടുണ്ട്. അവനും അതേപോലെ വിരളിയല്ലേ. അപ്പോൾ ഇവർ 2 പേരും കൂടി ഇച്ചിരി വിരളിത്തരം കൂടുതലാണ്. റോഡിൽ കൂടെ ഒരു പട്ടി പോയി, അതിൻ്റെ വേളമാണ്. അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ കേട്ടോ. നമ്മൾ 4 പേരിൽ ഒരാളിനെ വേറൊരാൾക്ക് കൈമാറിയതാണ്. അപ്പം ഞാൻ നേരത്തെ വീഡിയോ അത് ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ഡബ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഡബ് ചെയ്യാതെ ഇട്ടത്.
കാരണം അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിലൊന്നും ഡബ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായതുകൊണ്ട് ഞാൻ ഡബ് ചെയ്യാതെ ആ ബെല്ലെ കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഞാൻ അന്നൊരു പാട്ട് ഏതാണ്ട് ഇതാക്കി ഇട്ടേക്കുന്നത്. ഡബ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു നമ്മൾ കൊടുക്കുന്നതെന്നും. നമുക്ക് അന്നേരം കുറേ ടെൻഷനിൽ നിന്ന സമയമായിരുന്നു. കൊടുക്കാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. പിന്നെ നമ്മുടെ സിറ്റുവേഷൻ കൊണ്ട് നമ്മളങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴും ഞങ്ങളെ കണ്ടപ്പോൾ ആളൊന്ന് ഉഷാറായി. ഞങ്ങളുടെ കൂടെ വരാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുക. വണ്ടിയിൽ ഓടി പോയ കണ്ടില്ലേ, വണ്ടി കയറി ഇനി പോകാമെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഇനി പോരാനായിട്ട് നിൽക്കുക. അയാൾ അവിടെ സന്തോഷമാണ്. പക്ഷേ ഞങ്ങളുടെ കാണുമ്പോൾ എന്തായാലും നമ്മൾ വളർത്തിയതല്ലേ, കൊച്ചിലേ തൊട്ട് വളർത്തിയതല്ലേ. അപ്പോൾ ആ ഒരു ഇത് കാണിക്കാതിരിക്കും. 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ നമ്മളിപ്പോൾ അവർക്ക് കൈമാറിയിട്ട്. ഇതേപോലെ ഇടയ്ക്ക് പോവുകയും കാണുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അവസരം പറ്റുവാണെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അവരെ കൊണ്ടുവന്ന് നോക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ തിരിച്ചെടുക്കുക എന്നുള്ള പ്രതീക്ഷയിലുമാണ് നമ്മൾ നമ്മുടെ ബന്ധുക്കൾക്ക് തന്നെ കൊടുത്തത്. വേറൊരാളിനാകുമ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാകത്തില്ല. ഇതിപ്പോൾ ഇവരും അവനുമായിട്ടങ്ങ് ഭയങ്കരമായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. അവരും ഇനിയിപ്പോൾ തിരിച്ചു ചോദിക്കുമ്പോൾ അവർക്കൊരു സങ്കടമാകും. പിന്നെ നിൽക്കട്ടെ, അവിടെ താമസം കുഴപ്പമില്ലല്ലോ, നമുക്ക് ടെൻഷനില്ല. അവിടെ തന്നെ വേണ്ട, മോൻ്റെ കൂടെ കളി, മോനുമായിട്ടാണ് കളി. അഴിച്ചു വിടുമ്പോൾ 2 എണ്ണം കൂടെ കടന്ന് ഓടുന്നതാണ്. അതിൻ്റെ ഒരിതിൽ അവനോട് കൂടുതൽ ഇതായിട്ടിരിക്കും. എന്നെ കൊണ്ടുപോകുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അവൾ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാൻ ചെന്നയാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പെരയ്ക്ക് അകത്ത് കയറാതെ കാറിൻ്റെ അടുക്ക തന്നെ എന്നെയും വലിച്ചുകൊണ്ട് പോവുക. കാറിനകത്ത് കയറി പോകാമെന്നുള്ള കണ്ടീഷനിൽ നിൽക്കുക. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ, ഒന്നും പറ്റാത്തൊരു കണ്ടീഷനാണ്. പിള്ളേരെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലല്ലല്ലോ നമ്മുടെ ജീവിതമൊക്കെ പോകുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് നമുക്ക് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ അവർക്കും അതിൻ്റെ ഒരു വിഷമം വരും. നമുക്ക് മനസ്സോടല്ല നമ്മളവിടെ കൊണ്ട് കൊടുത്തത്. 2 പേരായിരുന്നു ജർമ്മൻ, ബെല്ലയും ഡോണും. ഡോണ് കുഴപ്പമില്ല, ബെല്ലയ്ക്ക് 1 വയസ്സായതേ ഉള്ളൂ. ഡോണിന് 3 വയസ്സുണ്ട്. ഇത് വെറും കുഞ്ഞാ, 1 വയസ്സായതേ ഉള്ളൂ. അങ്ങനെ മോള് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം വന്നപ്പോൾ എല്ലാവരെയും ഒന്ന് കാണാമെന്നും പറഞ്ഞ് വന്നതാണ്. ഇത് നമ്മൾ കൊടുത്തേക്കുന്ന അരിപ്പാടാണ്. അരിപ്പാട് അവിടെ വന്ന് ഞങ്ങളിത് കണ്ടിട്ട് പോകാനായിട്ടുള്ള ഇതിലാണ്. അപ്പോൾ എല്ലാവർക്കും ശരി, ബായ്.